പുനലൂർ ചടയമംഗലം സീറ്റുകളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം തുടരുകയാണ്. പുനലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പ്രാദേശിക തലത്തിൽ തീരുമാനം വന്നിട്ടുണ്ട്. കോൺഗ്രസ് പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത യോഗം നാളെ ചേരുകയും ചെയ്യുന്നുണ്ട്. സീറ്റ് ലീഗിന് നൽകിയാൽ മുഴുവൻ കോൺഗ്രസ് ഭാരവാഹികളും രാജിവയ്ക്കും എന്നാണ് ഭീഷണി. അതേസമയം ചടയമംഗലത്ത് ഒരു പടി മുന്നേ മുസ്ലിം ലീഗ് പ്രചാരണം ആരംഭിച്ചു. കോൺഗ്രസ് പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത യോഗമാണ് നാളെ ചേരുക. തെക്കൻ കേരളത്തിലെ ലീഗിന്റെ ഏക സീറ്റാണ് പുനലൂർ. ഇത്തവണ ലീഗ് പുനലൂരിനു പകരം ചടയമംഗലം ചോദിച്ചിരുന്നു. എന്നാൽ പുനലൂർ നൽകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കമെന്നും അത് അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് മണ്ഡലത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പുനലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത വിജയം സുനിശ്ചിതമാണെന്നും പ്രാദേശിക നേതൃത്വം അവകാശപ്പെടുന്നു. ഇനി ഒരു തവണ കൂടി മുസ്ലിം ലീഗ് ഇവിടെ മത്സരിക്കുക എന്നുള്ളത് വളരെ ആത്മഹത്യപരമായിരിക്കും. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ വളരെ അധികം ഡീമോറലൈസ്ഡ്, വളരെ വാശിയോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം എന്നോട് പറഞ്ഞു. ഇവിടെയുള്ള പ്രവർത്തകന്മാരുടെ ഒരു മുറയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ നിർബന്ധമായും പുനലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പുനലൂരിൽ മത്സരിക്കാൻ മണ്ഡലത്തിലെ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. പ്രാദേശിക നേതൃത്വം നാളെ ചേരുന്ന അടിയന്തര യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതേസമയം ചടയമംഗലത്ത് ഒരു പടി മുന്നേ ലീഗ് പ്രചാരണം ആരംഭിച്ചിരുന്നു. സീറ്റ് വെച്ചുമാറുന്ന കാര്യത്തിൽ ധാരണയാകാത്തതിനാൽ ചടയമംഗലത്തും UDF സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാണ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.